പ്രവാചകൻ പറഞ്ഞു, നിന്റെ സമ്പത്തിലും നിന്റെ അഭിമാനത്തിലും നിനക്ക് ക്ഷതം സംഭവിക്കുമെന്ന് ഭയപ്പെട്ടുകൊണ്ട് നിന്റെ അയൽവാസിയുടെ നേരെ വാതിൽ കൊട്ടി അടയ്ക്കരുത്. നിന്റെ അയൽവാസി ഒരാവശ്യവുമായി നിന്നെ സമീപിച്ചാൽ നീ അത് നിർവഹിച്ചു കൊടുക്കണം. അത് വീണ്ടും അയാൾക്ക് തികയാതെ വന്നാൽ നീ അവന് ഇളവ് ചെയ്തു കൊടുക്കണം. നിന്റെ അയൽവാസി രോഗിയായാൽ നീ അവനെ സന്ദർശിക്കണം. അവൻ മരണപ്പെട്ടാൽ അവൻ്റെ ശവസംസ്കാര ചടങ്ങിൽ നീ പങ്കെടുക്കണം. നിന്റെ അയൽവാസിക്ക് ഒരു സന്തോഷ വർത്തമാനം കേട്ടാൽ നീ അവനെ അനുമോദിക്കണം. നിന്റെ അയൽവാസിക്കൊരു ദുരന്ത വർത്തമാനം കേട്ടാൽ നീ അവനെ സ്വാന്തനിപ്പിക്കണം. നിന്റെ അയൽവാസിയുടെ വീട്ടിലേക്കുള്ള വായു സഞ്ചാരം തടസ്സപ്പെടുത്തുന്ന രൂപത്തിൽ നീ കെട്ടിടങ്ങൾ പണിഞ്ഞുയർത്തരുത്. നിന്റെ അയൽവാസിയുടെ വീട്ടിൽ പരിമളം മാത്രം നൽകുന്ന രൂപത്തിൽ കറി പാകം ചെയ്ത് നീ ഉപയോഗിക്കരുത്. അതിൽ നിന്നും ഒരു ഓഹരി അവർക്കായി നീ നൽകണം. അതുപോലെ തന്നെ നിന്റെ കുട്ടികൾക്കായി വാങ്ങിക്കൊണ്ടുവരുന്ന പഴങ്ങളിൽ നിന്നും ഒരു ഓഹരി നിന്റെ അയൽവാസികൾക്ക് കൊടുക്കണം. അത് കൊടുക്കാൻ തികയുന്നില്ലെങ്കിൽ നീ അത് സ്വകാര്യമായി ഉപയോഗിക്കണം. അതുമായി നിന്റെ കുട്ടി പുറത്തിറങ്ങി അയൽവാസിയുടെ കുട്ടിയെ കാണിച്ച് അവനെ സങ്കടപ്പെടുത്താൻ ഇടവരുത്തരുത്. ഇത്തരത്തിൽ പ്രവാചകൻ അയൽവാസി മര്യാദയെക്കുറിച്ച് വളരെ കൃത്യമായി നമ്മെ ധരിപ്പിക്കുകയാണ്. അയൽവാസി എന്ന വിശാലാർത്ഥത്തിൽ അയൽ രാജ്യങ്ങൾ വരെയും മനസ്സിലാക്കപ്പെടേണ്ട ഒരു കാലത്താണ് നാം ജീവിച്ചിരിക്കുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം അയൽവാസി എന്നത്